ഹായ് ഹലോ നമസ്കാരം. മല്ലു മലയാളി കുക്കിങ്ങിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ബ്രെഡ് ടോസ്റ്റാണ്. യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലൊക്കെ വൈറലായിക്കൊണ്ടിരിക്കുന്ന ബ്രെഡ് ടോസ്റ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. വളരെ എളുപ്പം തയ്യാറാക്കാൻ പറ്റും. കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു അടിപൊളി റെസിപ്പിയാണ്. അപ്പോൾ വീട്ടിലേക്ക് കിടക്കുന്നതിന് മുന്നായിട്ട് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് സമയം കളയാതെ നേരെ വീഡിയോയിലേക്ക് പോയാലോ. ഇതിനായി ഞാനൊരു ഗ്ലാസ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ ബ്രൂ ആണ് 2 രൂപയുടെ. അത് നമുക്കൊന്ന് ഇട്ട് കൊടുക്കാം. ഇനി മധുരത്തിന് ആവശ്യമായ പഞ്ചസാര 1.5 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ്. അത് നമുക്ക് ചേർത്ത് നോക്കാം. നിങ്ങളുടെ കണ്ടൻസ്ഡ് മിൽക്ക് ഉണ്ടെങ്കിൽ അത് നമുക്ക് ചേർക്കാവുന്നതാണ്. ഓക്കെ, ഇനി ഞാനിവിടെ ഒരു കപ്പ് പാൽ ചേർക്കുന്നുണ്ട്. ഇളം ചൂടുള്ള ഒരു പാലാണ്. അത് നമുക്കൊന്ന് ചേർത്ത് കൊടുക്കാം. ഓക്കെ, ഇനി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ആ പഞ്ചസാരയും കോഫി പൗഡറും പാലിലേക്ക് നന്നായിട്ടൊന്ന് മിക്സ് ആയിട്ട് വരുന്നവർക്ക് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഓക്കെ, ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്. ഇനി ഞാൻ ഇവിടെ ചാരപ്പൂവനാണ് എടുത്തിരിക്കുന്നത്. നിങ്ങളുടെ ചെറുപാട് ഉണ്ടെങ്കിൽ ചെറുപാട് എടുക്കാവുന്നതാണ്. ഇനി അത് നല്ലപോലെ കനം കുറച്ചൊന്ന് കട്ട് ചെയ്തെടുക്കാം. പിന്നെ ഞാനൊരു 3 ബ്രെഡ് എടുത്തിട്ടുണ്ട്. ഇനി ഒരു ബ്രെഡ് എടുത്ത് അതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പഴം വെച്ച് കൊടുക്കാം. ഓക്കെ, ഇനി ഒരു ഫോർക്ക് എടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് സ്മാഷ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ ഈ പഴമൊക്കെ നല്ല രീതിയിലൊന്ന് സ്മാഷ് ആയിട്ട് വരുന്നവരേക്ക് നല്ല പോലെ ഒന്ന് ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. ഓക്കെ, ഇതാ സെറ്റായിട്ടുണ്ട്. ഇനി വീണ്ടും ഞാനൊരു ബ്രെഡ് എടുത്തിട്ട് അതിന് മേലെ വയ്ക്കുന്നുണ്ട്. വീണ്ടും ഇതേപോലെ തന്നെ പഴം വെച്ച് കൊടുക്കാം. ഓക്കെ, കനം കുറച്ചായതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് സ്മാഷ് ചെയ്ത് കിട്ടും. വീണ്ടും അതുപോലെ തന്നെ നമുക്കൊരു ഫോർക്ക് എടുത്തിട്ട് ഇതേപോലെ തന്നെ നല്ല പോലെ ഒന്ന് സ്മാഷ് ചെയ്തെടുക്കാം. ഓക്കെ, ഇനി ഇതിൻ്റെ മേലെ നമുക്ക് ഫൈനലായിട്ട് ഒരു ബ്രെഡും കൂടി വെച്ച് കൊടുത്ത് ഇനി ഞാനൊരു പാൻ ചൂടാക്കി അതിലേക്ക് ബട്ടർ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കതാ എല്ലാ ഭാഗത്തേക്കൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇനി നമ്മുടെ ബ്രെഡ് വെച്ച് കൊടുക്കാം. ബട്ടറിൽ കിടന്നിട്ട് ബ്രെഡിൻ്റെ ഒരു ഭാഗം നന്നായിട്ടൊന്ന് കുക്കായി വരട്ടെ. ഓക്കെ, കുറച്ച് നേരം ഒന്ന് ആക്കിയാൽ മതി. മീഡിയം ഫ്ലെയിമിൽ വയ്ക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി നമുക്കൊന്ന് മറിച്ചിടാം. ഇതാണോ നമ്മുടെ ഏറെക്കുറെ നല്ലപോലെ ഒരു ഭാഗം സെറ്റായിട്ടുണ്ട്. വീണ്ടും ബാക്കിയുള്ള ഭാഗം കൂടെ നമുക്ക് ആ ബട്ടറിലിട്ടൊന്ന് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഓക്കെ, വേണ്ടോ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ കലക്കി വെച്ചിരിക്കുന്ന പാല് നമുക്ക് ഒഴിച്ച് കൊടുക്കാം. വേണ്ടോ നമുക്ക് കുറച്ച് ഒഴിച്ച് കൊടുക്കുന്നത്, ബാക്കി നമുക്ക് മറിച്ചിടുമ്പോൾ ഒഴിച്ച് കൊടുക്കാനുള്ളതാണ്. ഇനി നമ്മൾ ബ്രെഡ് ആ പാലിന് മൊത്തം നമുക്ക് വലിച്ചെടുക്കുന്ന രീതിക്ക് ഇതാ നല്ല പോലെ ഒന്ന് എല്ലാ ഭാഗത്തേക്കും ഒന്ന് നമുക്ക് ഈ ബ്രെഡിനെ ഒന്ന് അങ്ങനെ ആക്കിയെടുക്കാം. ഓക്കെ, വേണ്ടോ ഏറെക്കുറെ നല്ല പോലെ ഒന്ന് വലിച്ചെടുക്കുന്നുണ്ട്. ഇനി നമുക്കിതൊന്ന് മറിച്ചിടാം. പതുക്കെ നോക്കിയിട്ട് മറിച്ചിടണേ. വേണ്ടോ ഓക്കെ, വേണ്ടോ നമ്മൾ മറിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ബാക്കി വന്ന പാലും കൂടെ നമുക്ക് അതിൻ്റെ മേലെ കൂടെ ഒന്ന് ഒഴിച്ച് കൊടുക്കാം. ഓക്കെ, ഇനിതാ വീണ്ടും അതുപോലെ തന്നെ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഈ ബ്രെഡിലോട്ട് പാല് നല്ല പോലെ ഒന്ന് ആക്കിയെടുക്കുക. നല്ല ഒന്ന് വലിച്ചെടുക്കുന്ന രീതിയിൽ. വേണ്ടോ ഓക്കെ, സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനൊന്ന് കോരിയെടുക്കാം. ഇനി നമുക്കൊരു പ്ലേറ്റിലേക്ക് വെച്ച് കൊടുക്കാം. ഇനി ഇതിൻ്റെ മേലെ കൂടെ നമുക്ക് ബൂസ്റ്റാണ്, അത് നമുക്കൊന്ന് ഇട്ട് കൊടുക്കാം. ബൂസ്റ്റ് ഇട്ട് കൊടുക്കുമ്പോൾ വേറെ ലെവൽ ടേസ്റ്റാണ്. ഞാനിത് വെറുതെ പറയുന്നതല്ല, നിങ്ങളിത് മസ്റ്റായിട്ട് ട്രൈ ചെയ്യേണ്ട ഒരു അടിപൊളി ഐറ്റമാണിത്. സിമ്പിളാണ്, വളരെ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന അടിപൊളി ഐറ്റമാണിത്. എന്തായാലും വീട്ടിൽ തന്നെ ഇതൊന്ന് തയ്യാറാക്കി നോക്കുക, എല്ലാവർക്കും ഇഷ്ടമാവും. ഓക്കെ, ഞാനിതൊന്ന് ടേസ്റ്റ് ചെയ്യാൻ പോകണം. ഉഫ്, കാണുമ്പോൾ തന്നെ ഇതാ ഉണ്ടോ നല്ല അടിപൊളി ആയിട്ടുണ്ട്. ഇനി ഞാനൊന്ന് കഴിച്ച് നോക്കട്ടെ. അടിപൊളി, നല്ല സൂപ്പറായിട്ടുണ്ട്. ഇത് വാക്കുകൾ കൊണ്ട് പറയാൻ പറ്റില്ല, നിങ്ങൾ അനുഭവിച്ച് തന്നെ അറിയണം. അത്രയും ടേസ്റ്റ് പറഞ്ഞാൽ അത്രയും ടേസ്റ്റ്. ഒരിക്കൽ ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ നിങ്ങളിത് വിടില്ല. കുട്ടികൾക്കൊക്കെ ഇതുപോലെ ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ അവരുടെ ഫേവറേറ്റ് ആയിട്ടിരിക്കും. ഇത് നല്ല അടിപൊളി ടേസ്റ്റാണ്. ഞാനിത് വെറുതെ പറയുന്നതല്ല, അത്രയും അടിപൊളിയാണ്. ഇതുപോലെ നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് വീട്ടുകാരെയും വിരുന്നുകാരെയും കുട്ടികളെയൊക്കെ ഞെട്ടിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി റെസിപ്പിയാണിത്. ഓക്കെ, ഇതുപോലുള്ള സിമ്പിൾ റെസിപ്പിക്കായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതിലുള്ള വീഡിയോസ് എല്ലാം കണ്ട് ഒന്ന് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. ഓക്കെ, പുതിയ റെസിപ്പി ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്